മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മേഘനാഥൻ അങ്ങനെ പാത്തും പതുങ്ങിയും പോയിട്ട് കണ്ണൻ എന്താ സംഭവിച്ചതെന്ന് നോക്കണം, കണ്ണൻ്റെ കാലുകൾ എന്തെങ്കിലും ആയിട്ടുണ്ടോ നോക്കണം എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുമ്പോൾ സമയത്ത് തന്നെ അത് ഡോക്ടർ കാണുകയാണ് കേട്ടോ. വൈദ്യരത് കാണുകയാണ്. ജയബാല അത് നോക്കുക എന്ന് പറയണം കേട്ടോ. ജയബാലൻ ഒരു വെള്ളം പോലത്തെ ഒരു സാധനം എടുത്തിട്ട് എറിയണം ജനലിൽ കൂടെ തന്നെ കേട്ടോ. ആരാണെന്നൊന്നും വൈദ്യരും കണ്ടിട്ടില്ല, ജയബാലനും കണ്ടിട്ടില്ല കേട്ടോ. അതേസമയം അനന്തവും മാർക്കോയും കണ്ണനെങ്ങനെ മുതുകത്ത് നല്ല പച്ചിലയൊക്കെ ഇട്ടിട്ട് മസാജ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ ബാക്കിൽ ഒരേ നിലവിളി ആയിരിക്കും കേട്ടോ. അയ്യോ എനിക്ക് കണ്ണ് കാണില്ലേ കണ്ണ് കാണില്ലേ എന്ന് പറയും. അത് കാണുമ്പോൾ ഡോക്ടർ പോകണം കേട്ടോ. ഡോക്ടർ പോയിട്ട് വൈദ്യർ പോയിട്ട് കൈ പിടിക്കണം തോളിൽ. അതേസമയം നീ എന്താടാ അവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണ് കാണില്ലേ, എന്നെ എന്തെങ്കിലും ചെയ്യണേ, എനിക്ക് കണ്ണ് കാണില്ലേ എന്ന് പറഞ്ഞ് കരയണം കേട്ടോ. അതേസമയം വൈദ്യർ ചോദിക്കുന്നത് നീ എന്തിനിവിടെ വന്നു എന്ന് ചോദിക്കണം. ഞാൻ വെറുതെ ഇങ്ങനെ നടക്കാൻ പോയപ്പോൾ ഇങ്ങനെ വന്നതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നത്. ഇവിടെ അങ്ങനെ വെറുതെ നടക്കാൻ പറ്റില്ല, ഇത് സ്ഥലം ശരിയല്ല എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കുമോ, എനിക്ക് എൻ്റെ കണ്ണിൽ എന്തോ പറ്റി, എൻ്റെ കണ്ണിൽ എന്തോ പറ്റി, കണ്ണ് കാണുന്നില്ല എന്ന് പറയണം കേട്ടോ. പിന്നീട് വൈദ്യരെ വിളിച്ചു കൊണ്ടുപോയി റൂമിനകത്ത് കൊണ്ടുപോയിട്ട് ഒരു പച്ചില മരുന്നൊക്കെ ഒഴിക്കണം കേട്ടോ. അതിനുശേഷം പറയും നീ ചെയ്തത്, നീ ഒരു പാവം സാധു മനുഷ്യനാണ്, ആ സാധു മനുഷ്യനെ എന്തായി എന്നറിയാൻ വേണ്ടി നീ വന്നതാണ്. അതിനെ ദൈവം പറയുന്ന ഒരാളുണ്ട്, അതിനാണ് നിനക്ക് ശിക്ഷ തന്നിരിക്കുന്നത്. നിൻ്റെ മുറപ്പെണ്ണ് പോലും നിന്നെ ഒഴിവാക്കിപ്പോയി, അത് നിൻ്റെ സ്വഭാവ ഗുണം കൊണ്ടാണ്. നീ എന്ന് കണ്ണൻ്റെ ജീവിതത്തിലേക്ക് എത്തി നോക്കണതോ അതുവരെ നിനക്ക് എത്ര കിട്ടിയാലും നീ പഠിക്കില്ല. നീ കണ്ണൻ്റെ സ്വത്തിനെ മാത്രമാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. ആ ചെറുപ്പക്കാരന് നല്ലൊരു ജീവിതമുണ്ട്, ആ ചെറുപ്പക്കാരനെ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടക്കട്ടെ, അതാണ് ഞങ്ങളുടെ എല്ലാ ആഗ്രഹം. പക്ഷെ നീ അത് ആഗ്രഹിക്കുന്നില്ലല്ലോ, അതുകൊണ്ട് ദൈവം പറയുന്ന ഒരാൾ നിനക്ക് ശിക്ഷ തരികയാണ് എന്നിങ്ങനെ വൈദ്യർ പറയണം കേട്ടോ. അതിനുശേഷം വൈദ്യർ പറയും കണ്ണ് ഇപ്പം ശരിയായിക്കോളും, പക്ഷെ അതെവിടെയാകരുത്, നിന്നെ ആ സകലം എല്ലാവിടെയും ആകും, അതുകൊണ്ട് നിനക്കത് ദോഷമേ ചെയ്യുള്ളൂ എന്ന് പറയണം കേട്ടോ. എണിച്ച് റൂമിനകത്ത് പോയി എന്ന് പറയണം. എനിക്ക് റൂമിനകത്ത് പോകാൻ പറ്റില്ല, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടാക്കുകയെ എന്ന് പറഞ്ഞിട്ട് കരയണം കേട്ടോ. കണ്ണെരിയണേ എന്ന് പറഞ്ഞ് കരയണം. പിന്നീട് തോമസ് വൈദ്യർ കൊണ്ടാക്കുകയാണ്. അതിനുശേഷം കണ്ണൻ്റെ അവിടേക്ക് വരികയാണ് കേട്ടോ. കണ്ണൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവർ ചോദിക്കുക ആരാ അത്, അവൻ തന്നെയാണോ ചോദിക്കുക. അതെ അവൻ തന്നെയാണ് വന്നത് എന്നിങ്ങനെ പറയും. ഓ അവൻ ഇനിയും ഇത് അടങ്ങിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ കണ്ണൻ പറയും അവൻ എനിക്ക് എന്തെങ്കിലും മാറ്റം കണ്ടിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്നതാണ് എന്നിങ്ങനെ പറയും. അതിനുശേഷം ഡോക്ടർ തോമസ് വൈദ്യർ ഇങ്ങനെ പറയുന്നുണ്ട് കണ്ണ നീ അതൊന്നും ചേർക്കണ്ട, എങ്ങനെയുണ്ട് ഇപ്പോൾ നിനക്ക് എന്ന് ചോദിക്കും. എനിക്കൊരു ഭയങ്കര വേദനയാണ് എന്ന് പറഞ്ഞിട്ട് കണ്ണൻ കരയാണ് കേട്ടോ. ആ സാരമില്ല, എന്തായാലും മാർക്കോയെ ഒരു ഇഷ്ടമില്ലല്ലോ പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ കൂട്ടുനിന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ മാർക്കോയെ ഇന്ന് കിട്ടിയതാണ് ഏറ്റവും വലിയ കാര്യം ഇത്. കാരണം മാർക്കോൻ്റെ ചതവ് എല്ലാം മാർക്കോ മാറ്റിത്തരും, അത്രയ്ക്ക് മസാജ് ചെയ്യാൻ പവറുള്ളവനാണ് മാർക്കോ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മേഘനാഥൻ്റെ കണ്ണിന് എരിയലാണെന്നും അതിനൊരു പച്ചില മരുന്ന് ഒഴിച്ചിട്ടുണ്ടെന്നും നീറ്റലാണ് എന്ന് പറഞ്ഞ് റൂമിൽ പോയി കിടക്കുന്നുണ്ട് എന്നെല്ലാം പറയണം കേട്ടോ. അതിനുശേഷം വൈദ്യരിങ്ങനെ കണ്ണനോട് പറയണം കണ്ണ അടുത്ത പിറന്നാൾ കണ്ണൻ നിവർന്ന് നിന്നിട്ട് കേക്ക് മുറിക്കണം, അതിവിടെ ആഘോഷിക്കുകയും വേണം. പക്ഷേ അതിന് എന്തായാലും സാധിക്കും, അത്രയും ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നിങ്ങനെ പറയണം. പിന്നെ ഇനിയിപ്പോൾ എന്തായാലും കണ്ണൻ നാളെ പോകുമല്ലോ, നാളെ പോയി കഴിഞ്ഞിട്ട് അടുത്ത മാസമല്ലേ കണ്ണൻ വരുള്ളൂ. ആ സമയത്ത് എന്തായാലും ശരി ഞാൻ വാമദേവനെ മേഘനാഥനെ ഇവിടെ അടുപ്പിക്കില്ല, ആ സമയത്ത് ഞാൻ ഒഴിവാക്കുക, ഏതായാലും ഇന്ന് വന്ന് പെട്ടല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ എന്തായാലും പോയി കുറച്ച് നേരം കിടക്കട്ടെ, നിങ്ങൾ എന്തായാലും കണ്ണൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോവുകയാണ് കേട്ടോ. അതേസമയം നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ അമ്മനെ സെറ്റ് സാരിയൊക്കെ ഉടുത്ത് കൊടുക്കണം കേട്ടോ. നല്ല ഭംഗിയുണ്ട് അമ്മയെ കാണാൻ, നന്നായിട്ടുണ്ട് സാരി എന്ന് പറയുന്നു. ഒരു ഫോട്ടോ എടുക്കട്ടെ ഞാൻ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കണം കേട്ടോ. പെട്ടെന്ന് തന്നെ മഹാലക്ഷ്മി പറയും അയ്യോ അമ്മ ആ നെക്ലസ് എവിടെ ഇട്ടില്ലല്ലോ എന്ന് പറയണം. അത് അനന്തം നിനക്ക് തന്നതല്ലേ ചോദിച്ചോ. എനിക്ക് എന്തിനാ അമ്മേ, എനിക്കിഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ എന്തിനാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം മോഹിനി ആ നെക്ലസ് ഇടുകയാണ് കേട്ടോ. അതിന് ശേഷം മഹാലക്ഷ്മി ഒരുപാട് ഫോട്ടോ എടുക്കണം. അമ്മ ഇതൊക്കെ കാണുമ്പോഴല്ലേ ഒരു സന്തോഷം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല മോളെ എന്ന് പറയുമ്പോൾ ഇല്ല അമ്മ ഇനി അമ്മയ്ക്ക് ഒരുപാട് സന്തോഷം സമാധാനം, ഇനി ഒരുപാട് പിറന്നാളുകളും എല്ലാം ആഘോഷിക്കും അമ്മേ എന്നിങ്ങനെ പറയണം കേട്ടോ. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി സന്തോഷത്തോടു കൂടി അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വരികയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി ഇത് കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് ഓടിപ്പോയി പ്രതാപനോട് പറയണേ എടാ പ്രതാപ അവളെ ഒരുക്കി കെട്ടുകയാണ്, അവർ രണ്ടുപേരും കൂടി വരുന്നുണ്ട് എന്നിങ്ങനെ പറയണം. അതേസമയം കരുണയും പറയണം കേട്ടോ എടാ അവരിങ്ങനെ വന്നാൽ തന്നെ മുത്തശ്ശി ചോദിക്കും ഓ എവിടേക്കാണ് ഇനി പോണത്, പൂജാരിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ പോണത് എന്നിങ്ങനെ ചോദിക്കട്ടോ. അത് കേൾക്കുമ്പോൾ കരുണയ്ക്കൊന്ന് ദേഷ്യം വരികയാണ്. അങ്ങനെ പറയല്ലേ മുത്തശ്ശി എന്നിങ്ങനെ പറയും. അതേസമയം
മഹാലക്ഷ്മി അമ്മയോട് പറയുന്നുണ്ട്, അമ്മയും മോളുമാണെന്ന് ഒരിക്കലും പറയില്ല, അത്രയും ചെറുപ്പമാണ് എൻ്റെ അമ്മ എന്നിങ്ങനെ പറയണം കേട്ടോ. ഒരുപാട് കോംപ്ലിമെൻറ്റ് കൊടുക്കണം കേട്ടോ മോഹിനിക്ക്. അത് കേൾക്കുമ്പോൾ മോഹിനിക്ക് ഒരുപാട് സന്തോഷമാകും. അതിനുശേഷം വന്നതും കരുണ അമ്മയ്ക്ക് ജന്മദിനാശംസകൾ എന്ന് പറഞ്ഞ് നേരെയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനും പറയുന്നുണ്ട്, എൻ്റെ ഭാര്യയ്ക്ക് അതേപോലെ തന്നെയാണ് നമ്മുടെ മുത്തശ്ശിയും പറയുന്നത്. ഇപ്പം ഞാനായിട്ട് എന്തിനാണ് വെക്കണത്, എന്തായാലും ശരി എൻ്റെ വകയും എനിക്കിരിക്കട്ടെ എന്നിങ്ങനെ പറയും. ദീർഘായുസോടെ എൻ്റെ മരുമകൾ ഇരിക്കട്ടെ എന്ന് പറയും. അതിനുശേഷം ഒരു കുത്തോടെ പറയുകയാണ് കേട്ടോ, മനസ്സിലിങ്ങനെ മരുമകൾ ദീർഘായുസോടെ ഇരിക്കട്ടെ, പക്ഷെ മകളുടെ ആയുസ് പോകും എന്നിങ്ങനെ പറയണം കേട്ടോ. ഏതായാലും ശരി, നിങ്ങൾ അമ്പലത്തേക്ക് മോള് വരുന്നുണ്ടോ ചോദിക്കുകയാണ്. ഇല്ല, ഞാൻ വരുന്നില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. ഞങ്ങൾ എന്തായാലും ഇനി എന്താ അച്ഛൻ്റെ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ മഹാലക്ഷ്മി ചോദിക്കണം, നിങ്ങളുടെ വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പ്രതാപം പറയുന്നത്, ഞങ്ങളായിട്ട് ഇനി ഒന്നും ചെയ്യുന്നില്ല, കാരണം ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാകും, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒന്നും ചെയ്യുന്നില്ല എന്നിങ്ങനെ പറയണം. അതിനുശേഷം അവർ അമ്പലത്തിലേക്ക് പോകുകയാണ് കേട്ടോ. അതേസമയം മുത്തശ്ശി ഇങ്ങനെ പറയണം മോളെ അവർ ആ പ്രസാദം വാങ്ങിയിട്ട് വരുമല്ലോ, പാൽപ്പായസം, അവൾക്ക് പാൽപ്പായസം ഒരുപാട് ഇഷ്ടമാണ്, ആ പാൽപ്പായസം തന്നെ നമുക്കിന്ന് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞ് അവർ രണ്ടുപേരും മന്ദസ്മിതം ആ നടക്കണ കാര്യം ആലോചിച്ചിട്ട് ഒരുപാട് ചിരിക്കുകയാണ് കേട്ടോ. അതേസമയം അമ്പലത്തിൽ പോയിട്ട് മഹാലക്ഷ്മി മോഹിനി ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് കേട്ടോ, എന്തോ ഒരു ആപത്തും വരുത്തരുതേ, എൻ്റെ കണ്ണേട്ടനും എനിക്കും എല്ലാവർക്കും നല്ലത് മാത്രമേ വരുത്തണേ അമ്മേ ദേവി എന്നിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതേസമയം കണ്ണൻ ഇങ്ങനെ അവിടെ കിടന്നിട്ട് വേദനയോട് കൂടിയിട്ട് എണീക്കാൻ നോക്കുന്നതാണ് നമുക്ക് കാണാം.